മഹാന്മാരെ ആദരിച്ചാൽ ആ ആദരവ് കൊണ്ട് നമ്മുടെ ഈമാനിന് സംരക്ഷണം നൽകപ്പെടും. നിങ്ങൾക്കറിയോ, ബഗ്ദാദിൽ അല്ലാഹുവിനെ ധിക്കരിച്ച് നടക്കുന്ന മദ്യപാനിയായ ഒരു ഉപ്പയുണ്ടായിരുന്നു. ചെറിയ പ്രായത്തിലെ മദ്യപാനിയാണ്. ഉമ്മ പറഞ്ഞാൽ അയാള് കേൾക്കാറില്ല, കുടുംബം പറഞ്ഞാൽ അയാൾ ചെവി കൊടുക്കാറില്ല, മക്കളെയൊന്നും അയാള് പേടിക്കാറുമില്ല, നോക്കാറുമില്ല. ഇങ്ങനെ ജീവിതകാലം മുഴുവന് തൊറ്റിലേക്ക് മാത്രം സഞ്ചരിച്ച ഈ ഉപ്പാക്ക് വാർദ്ധക്യമെത്തി രോഗിയായി കിടക്കുന്ന ഇദ്ദേഹം ആ ഉപ്പാക്ക് ചില പ്രത്യേകതകളുണ്ട്. ആള് കള്ളുകുടിയനാണെങ്കിലും പണ്ഡിതന്മാരോട് ബന്ധപ്പെടാറുണ്ട്, സ്വാലിഹീങ്ങളോട് ഇടപഴകാറുണ്ട്, മുത്തഖീങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യിപ്പിക്കാറുണ്ട്. അദ്ദേഹം തെറ്റ് ചെയ്തവനാണ്. പക്ഷേ വയജിലിസു ഫീ മജാലിസിൽ ഉലമാ, പണ്ഡിതന്മാരെ മജ്‌ലിസുകളൊന്നും വെറുതെയാക്കാറില്ല. എത്ര വലിയ മഹാന്മാര് വന്നാലും അവരെ അദ്ദേഹം പോയി കാണാതിരിക്കാറില്ല. ഇങ്ങനത്തെ ഒരു സ്വഭാവക്കാരനായിരുന്നു. അങ്ങനെ രോഗം പിടിപെട്ടി ഇദ്ദേഹം കിടക്കുമ്പോ സ്വന്തം മകനെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് ഉപ്പ പറഞ്ഞു, യാ ബുനയ്യ അറാ അഅ്മാലി ജമീഅഹാ മഅറൂറതൻ അലയ്യ. പൊന്നുമോനെ, ഈ ജീവിതം മുഴുവനും ഞാൻ ചെയ്തു കൂട്ടിയ ഏതേത് കർമ്മങ്ങളുണ്ടോ ആ കർമ്മങ്ങൾ മുഴുവനും ഞാൻ എന്റെ കൺമുന്നിൽ കാണുന്നുണ്ട്. വമാലിയ ഹസനതൻ ഗൈറ മഹബ്ബതി ലിസ്സാലിഹീൻ. ഞാൻ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളിൽ നിന്ന് നല്ലതായി എനിക്ക് തോന്നുന്നത് സ്വാലിഹീങ്ങളോടുള്ള നല്ല ഇടപഴകലാണ്. പണ്ഡിതന്മാരെ കുറിച്ച് ആര് എവിടെ വെച്ച് ഏതേത് പരാതികൾ പറഞ്ഞാലോ ഏതേത് കുപ്രചരങ്ങൾ അടിച്ചു വിട്ടാലോ അതിന് ഞാൻ ചെരുവി കൊടുക്കാറില്ല. ഞാൻ ചെയ്ത കർമ്മങ്ങളിൽ നിന്ന് നല്ലതായിട്ട് എനിക്ക് തോന്നിയത് ആലിമീങ്ങളെ കുറിച്ചുള്ള നല്ല ധാരണ മാത്രമേ ഉള്ളൂ. ഇതല്ലാത്ത കർമ്മമൊന്നും എനിക്കില്ല. എന്നിലേക്ക് മരണം ഇറങ്ങി വരുന്നുണ്ട്, എന്റെ കാൽപാദങ്ങളിലേക്ക് മരണമെത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ സങ്കടപ്പെടുന്ന ഈ സങ്കടത്തിന് അല്ലാഹു സ്വീകാര്യത നൽകുമോ ഇല്ലയോ? അല്ലാഹു എന്റെ തൗബയെ സ്വീകരിക്കുമോ ഇല്ലയോ? ഇതൊന്നും എനിക്ക് പറയാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഈ വാർദ്ധക്യമെത്തിയ ഉപ്പ കണ്ണീരൊഴുക്കി മരണപ്പെട്ടുപോയി. ഉപ്പ മരിച്ചു. ഉപ്പയുടെ ശരീരത്തിലേക്ക് മൂടി വെച്ചുകൊണ്ട് ഈ പൊന്നുമോനിങ്ങനെ അടങ്ങി നിൽക്കുന്ന സമയത്ത് കുറഞ്ഞ സമയത്തിന് ശേഷം ഉപ്പയുടെ മുഖമൊന്ന് തുറന്നു നോക്കുമ്പോ ഉപ്പയുടെ മുഖം കരുവാളിച്ചിരിക്കുള്ളൂ, കറുത്തിരുണ്ടിരിക്കുള്ളൂ. ഇത് കണ്ടപ്പോ മകന് വല്ലാത്ത വിഷമമായി. അദ്ദേഹം വേറൊരു സ്ഥലത്ത് പോയി തന്റെ പിതാവിന് വന്ന് ഭവിക്കപ്പെട്ട ഓരോ അവസ്ഥകൾ ആലോചിച്ചുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്നൊരു അശരീരികൾ أبشر بنجاة والدك وبياض وجهه. ഓ പൊന്നുമോനെ, നീ
സന്തോഷിച്ചോ. നിന്റെ ഉപ്പയുടെ മുഖം കരുവാടിച്ച മുഖം ശരിയായിട്ടുണ്ട് കേട്ടോ, അദ്ദേഹത്തിന്റെ മുഖം പെടുത്തിട്ടുണ്ട് കേട്ടോ. فقد اعتقه الله من النار بحسن ظنه بربه وحب الصالحين. അല്ലാഹുവിനെ കുറിച്ച് നല്ല ധാരണ പുലർത്തിയത് കൊണ്ട്, പണ്ഡിതന്മാരെ കുറിച്ച് നല്ലത് ധരിച്ചത് കൊണ്ട്, സ്വാലിഹീങ്ങളെ കുറിച്ച് നല്ലത് ആലോചിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് അല്ലാഹ് പുറത്തു കൊടുത്തിരിക്കുള്ളൂ, അദ്ദേഹത്തിന് നരകത്തിൽ നിന്ന് മോചനാക്കിയിരിക്കുള്ളൂ. അതുകൊണ്ട് പൊന്നുമോനെ നീ സന്തോഷിച്ചു കൊള്ളുക. ഈ പൊന്നുമോനോട് പറയുമ്പോ ഓടിച്ചൊന്ന് ഉപ്പയുടെ മുഖത്തിലുള്ള ആ കസമ്പുടയങ്ങ് മാറ്റുമ്പോ ഉപ്പയുടെ മുഖം പ്രകാശിക്കുള്ളൂ. അതേ ഉപ്പയുടെ മുഖത്തേക്ക് നോക്കിയപ്പോ ഉപ്പയുടെ നെറ്റിത്തടത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഈ നേരമുണ്ടായതിനേക്കാൾ സൗകര്യം ഒപ്പാത്ത ഈ ഉപ്പയുടെ നെറ്റിത്തടത്ത് സൂറത്തുൽ തൗബയുടെ 102-ാമത്തെ ആയത്ത് അല്ലാഹു തആല എഴുതി വെച്ചത് കണ്ടോ. وآخرون اعترفوا بذنوبهم خلطوا عملا صالحا وآخر سيئا عسى الله أن يتوب عليه إن الله غفور رحيم. സൂറത്തുൽ തൗബയുടെ 102-ാമത്തെ ആയത്ത് എന്റെ ഉപ്പയുടെ നെറ്റിത്തടത്തിന് മുകളിൽ അല്ലാഹു തആലയുടെ തിരുവചനങ്ങൾ എഴുതപ്പെട്ടത് കണ്ടോ. ചില ആളുകൾ വന്ന് പതിക്കപ്പെട്ട തെറ്റുകുറ്റങ്ങളെ സമ്മതിച്ചവരാണ്. നല്ലത് ചെയ്യലോടുകൂടെ ചീത്ത ചെയ്യലോടുകൂടെ നന്മയും തിന്മയും അവർ ചെയ്തു കൂട്ടിയവരാ. ചിലപ്പോൾ അവർ നല്ലത് ചെയ്യുന്നുണ്ട്, മറ്റു ചിലപ്പോൾ അവർ ചീത്തയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അല്ലാഹുവിലേക്ക് ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളെ സമ്മതിക്കുന്ന ആളുകള് അസല്ലാഹു അൻ യതൂബ അലൈഹി ഇന്നല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹു തആല അവരെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നബിയേ ഇന്നല്ലാഹു ഗഫൂറുർ റഹീം. നിങ്ങളെ രക്ഷിതാവ് ചില്ലറക്കാരനല്ല. ഏതേത് ദോഷങ്ങൾ ചെയ്താലും ഏതേത് സങ്കടങ്ങൾ പറഞ്ഞാലും അത് മുഴുവനും സ്വീകരിച്ചുകൊണ്ട് സത്യവിശ്വാസികൾക്ക് പുറത്തു കൊടുക്കുന്ന ഒരു രാജാവാ അല്ലാഹു തആല. സൂറത്തുൽ തൗബയുടെ 102-ാമത്തെ ആയത്ത് എന്റെ പിതാവിന്റെ അതേ നെറ്റിത്തടത്ത് എഴുതി വെച്ചത് ഞാൻ കണ്ടോ. ആയതുകൊണ്ടല്ല ചെറുപ്പക്കാരാ, والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر والعصر കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യവിഭാഗം മൊത്തത്തിലേക്ക് കേടുവച്ചിയവരാണ്, എല്ലാവരും നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി, അല്ലാഹുവിനെ വിശ്വസിച്ചവന്, ഹബീബിനെ അംഗീകരിച്ചവൻ, അഹ്ലുസ് സുന്നയെ അംഗീകരിച്ചവന് വിശ്വാസം മാത്രമല്ല വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളോ സത്യം കൊണ്ട് പരസ്പരം വസിയ്യത്ത് ചെയ്തവൻ, തന്റെ കൂടെയുള്ള ചെറുപ്പക്കാരൻ, തന്റെ കൂടെ ഒരേ ബെഞ്ചിലിരുന്നവന് അവൻ പുത്തൻ വാദത്തിലേക്ക് പോയപ്പോ മറ്റൊരാ
ഒരാളെ മദ്യപാനികളെ പിന്നാലെ പോയപ്പോ SSFകാരന്റെ മനസ്സ് പൊട്ടിയല്ലോ. അവൻ കള്ളുകുടിയതനായതുകൊണ്ട് SSFിനൊന്നും കുറയാനില്ല, കൂടാനുമില്ല. പിന്നെന്തിനാ SSFകാരന്റെ മനസ്സ് പൊട്ടിയത്? സത്യം കൊണ്ട് പരസ്പരം വസിയ്യത്ത് ചെയ്യുന്നവർ അല്ലാഹുവിന്റെ അടിമകള് വിജയിച്ചവരാണ്. പരിശുദ്ധ ഒന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകുറ്റങ്ങൾ മാറ്റിവെക്കപ്പെടുമ്പോ മനസ്സിന് സഹിക്കാൻ കഴിയില്ല. എന്നും കന്തയടിക്കുന്നവന് നിർത്തിവെക്കാൻ കഴിയില്ല. എന്നും മയക്കുമരുന്നിന്റെ അടിമയായ ഒരാൾക്ക് അത് ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. അവന് ക്ഷമിക്കേണ്ടി വരൂ. ഇങ്ങനെ ഒരു ക്ഷമിക്കുന്ന ഘട്ടം വരുമ്പോ ക്ഷമ കൊണ്ട് പരസ്പരം കൽപ്പിക്കുന്നവന് അവൻ വിജയിച്ചവനാ. പരിശുദ്ധ ഖുർആൻ ആയതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്റെ ശരീരത്തിന്. ഞാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമുദായത്തിൽപ്പെട്ടവനാണ്. അവനും ഒരു പുത്തൻവാദിയാണെങ്കിലും ഹബീബിന്റെ സമുദായമാ. ഇവിടത്തെ ഒരു മുജാഹിദിനോട് നമുക്ക് വ്യക്തിപരമായി ആക്ഷേപമില്ല. ഒരു ജമാഅത്തുകാരനെയും നമുക്ക് കണ്ടുകൂടായികയില്ല. ഒരു പുത്തൻവാദിയോട് നമുക്ക് വെറുപ്പില്ല. മഹാനായ ഖമറുൽ കാന്തപുരം ഉസ്താദിനെ ചീത്ത പറയുന്നവനോട് വ്യക്തിപരമായി ഞങ്ങൾക്ക് വെറുപ്പില്ല. പിന്നെന്താ ഞങ്ങൾക്ക് വെറുപ്പുള്ളത്? ജമാഅത്തുകാരന്റെ മനസ്സിനകത്തുള്ള ചീനാശയത്തോട് ഞങ്ങൾക്ക് വെറുപ്പാണ്. മുജാഹിദ് കണ്ട മുജാഹിദുകാരന്റെ മനസ്സിനകത്ത് ചീഞ്ഞളിഞ്ഞ ആശയത്തോട് ഞങ്ങൾക്ക് വെറുപ്പാ. എന്ന പോലെ തന്നെ സുന്നത്തി ജമാഅത്തിന്റെ വിരോധികൾക്ക് മുഴുവനോ ഓശാന പാടി നടക്കുന്ന സുന്നി എന്ന പേരിൽ അറിയപ്പെടുന്നവന്റെ ശരീരത്തിനോട് നമുക്ക് വെറുപ്പില്ല. അവന്റെ ആശയത്തോട് ഞങ്ങൾക്ക് വെറുപ്പാ. ഒരു അഖിൽ ബൈത്തിനോട് ഞങ്ങൾക്ക് വെറുപ്പില്ല. ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സുന്നത്തി ജമാഅത്തിന് വിരുദ്ധമാണെങ്കിൽ ഞങ്ങൾക്ക് വെറുപ്പാ. പുത്തൻവാദികളെ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച പുത്തൻവാദിയുടെ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ പരിശുദ്ധ ഇസ്ലാം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയത്തെ പുറങ്കാലുകൊണ്ട് ചവിട്ടി നീക്കിയിട്ട് ഏതെങ്കിലും ഒരു പുത്തൻവാദിയുടെ ജീവൻ പോയി എന്ന് കാണുമ്പോ അത് തീരാ നഷ്ടമാണെന്ന് പറഞ്ഞത് സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുമല്ലോ. ഞങ്ങളെ താജുൽ ഉലമ വഫാത്തായപ്പോ അവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും മനസ്സ് കാണിക്കാത്ത സമൂഹമേ, എന്തിനായി കാലം അത്രയോ പുത്തൻവാദികളെ മുഴുവനും ഒരേപോലെ അംഗീകരിക്കുന്നു. അഖിലുസ് സുന്നയുടെ ആളുകളെ മുഴുവനോ കാഫിറാണെന്നോ പച്ചക്ക് പറഞ്ഞയാളോ അയാള് ജീവൻ പോയപ്പോ എന്തിനാ നിങ്ങൾ അദ്ദേഹത്തിന് അനുശോചനം അറിയിക്കാൻ പോയത്? ഞങ്ങൾക്കത് പിടുത്തം കിട്ടുന്നില്ല. അല്ലാഹുവേ, യഥാർത്ഥ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിലോ ഞങ്ങളെ നീ അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. കണ്ണിയത്ത് ഉസ്താദ് കാണിച്ചു തന്ന പാത, ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് കാണിച്ചു തന്ന പാത, താജുൽ ഉലമ ഉള്ളാളത്തെ പാപ കാണിച്ചു തന്ന പാതോ എന്ന പോലെ തന്നെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ മഹാന്മാരായ പണ്ഡിതന്മാര് മുഖാന്തരോ ഞങ്ങളിലേക്ക് കൈമാറി തന്ന ആശയത്തെ മുറുകെ പിടിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.